കഥ പറഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കാം. ഇന്ന് നോക്കുന്നത് ഒരു അടിപൊളി സ്റ്റോറിയാണ്. വർക്ക് പ്ലേസ് പ്രഷർ എന്നാണ് സ്റ്റോറിൻ്റെ പേര്, അഥവാ ജോലി സ്ഥലത്തെ പ്രഷർ. ഡ്യൂറിങ് ദ പ്രസൻറ്റേഷൻ്റെ ഇടയിൽ മാർക്ക് ഫെൽറ്റ് ആങ്ഷ്യസ്. മാർക്ക് പേടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഉത്കണ്ഠയുള്ളവനായി, വറീഡായി. സ്റ്റിൽ അപ്പോഴും he decided to pull himself together and continue speaking. അപ്പോഴും അവന് സ്വയം അവൻ്റെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും തുടർന്ന് സംസാരിക്കാനും തീരുമാനിച്ചു. ഓക്കെ, അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അവന് സ്വയം നിയന്ത്രിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു. ഇൻ ദ എൻഡ്, ഒടുവിൽ, he didn't fail. അവസാനം അവൻ എന്തായില്ല, പരാജയപ്പെട്ടില്ല. പരാജയപ്പെടും എന്നൊക്കെ ആകെ കുളമാവും വിചാരിച്ചിരുന്നു, പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. he didn't fail. അവൻ പരാജിതനായില്ല. he just kept his head above water. അവന് ആ പ്രയാസകരമായിട്ടുള്ള സിറ്റുവേഷനെയൊക്കെ മാനേജ് ചെയ്തു. സോ 2-3 അടിപൊളി വൊക്കാബുലറി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകും. നമ്പർ 1, ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ വെറീഡ് അല്ലെങ്കിൽ നെർവസ്, പേടിയുള്ള അവസ്ഥ. പുൾ വൺ സെൽഫ് ടുഗെദർ എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കുക. കീപ് വൺസ് ഹെഡ് അബവ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇഡിയമാണ്. ടു മാനേജ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അഥവാ ഒരു പ്രയാസകരമായിട്ടുള്ള അവസ്ഥയെ മാനേജ് ചെയ്യുക. അതിനാണ് കീപ് വൺസ് ഹെഡ് അബവ് വാട്ടർ എന്ന് പറയാം. ഈ വേർഡുകളും ഫ്രേസുകളൊക്കെ ഉപയോഗിക്കുക. സ്റ്റോറി കാണാതെ പറഞ്ഞു നോക്കുക. മറ്റൊരു സ്റ്റോറിയുമായിട്ട് നാളെ കാണാം. ബൈ.